ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു SF ക്രിയേറ്റീവ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. എന്താണെന്നല്ലേ, നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് കംഫർട്ട് അല്ലേ. നമ്മൾ വസ്ത്രങ്ങൾ എപ്പോഴും നല്ല സ്മെല്ലായിട്ട് നല്ല രീതിയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കംഫർട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. മഴക്കാലത്തൊക്കെ ആ ഒരു കുമ്പ് നാറ്റം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പൊതുവേ എല്ലാവരും കംഫർട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കംഫർട്ടിന് എത്ര പ്രൈസ് വരുന്നുണ്ട് വെച്ചാൽ അതും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. ഇത് നമ്മൾ നോർമലി എൻ്റെ വീട്ടിൽ വാങ്ങുന്ന കംഫർട്ടാണ്. അതായത് 800 ml ബോട്ടിലിന് 235 രൂപ. ഓക്കെ, ഈ ഒരു എമൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വാങ്ങിയ കിറ്റിൻ്റെ പ്രൈസ് എത്രയെന്ന് വെച്ചാൽ 200 രൂപയാണ് കേട്ടോ. അപ്പോൾ 200 രൂപയുടെ കിറ്റ് കൊണ്ട് 5 ലിറ്റർ കംഫർട്ട് നമുക്ക് ഉണ്ടാക്കാം. അതെങ്ങനെയാണ് എന്നാണ് ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് സംഭവം വളരെ ലാഭമല്ലേ, അതുകൊണ്ട് തന്നെയാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ 200 രൂപയുടെ കിറ്റ്. അതിൽ വരുന്നത് ഒരു കളറ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ സ്മെല്ലിൻ്റെ ഒരു ലിക്വിഡ് വരുന്നുണ്ട്. പിന്നെ മെയിൻ പാർട്ടായിട്ട് ഇതാ ഈ ഒരു വൈറ്റ് ലിക്വിഡ്, ഒരു കൊഴുപ്പ് പോലത്തെ സംഭവം കേട്ടോ. ഈ 3 പാർട്ടാണ് വരുന്നത്. സംഭവം ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഒരുപാട് കഷ്ടപ്പാടോ അങ്ങനെ ഭയങ്കര മടിയൊന്നുമില്ല. ആർക്കും വേണമെങ്കിലും, നമ്മൾ ഉമ്മമാർക്ക് വരെ ഇത് ഉണ്ടാക്കി നോക്കാം. അങ്ങനെ കുറച്ച് വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ ഒരു ബക്കറ്റിൽ 3 ലിറ്റർ വെള്ളം എടുക്കാം കേട്ടോ. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് നമ്മുടെ ആ ഒരു കൊഴുപ്പ് കണക്കത്തെ സാധനമില്ലേ, അതാണ് ഫസ്റ്റ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ ആദ്യം 3 ലിറ്റർ വെള്ളം എടുക്കുക ബക്കറ്റിൽ. അതിൻ്റെ ശേഷം നമ്മൾ ഈ ഒരു കൊഴുപ്പ് കണക്കത്തെ സംഭവം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സംഭവം ഈസിയാണ്. ഇനി ഭയങ്കര ടഫാന്ന് പറഞ്ഞാൽ ആരും മടിച്ചേക്കണ്ട. നമുക്ക് ഒരുപാട് പൈസക്ക് ലാഭം കിട്ടുന്ന ഒരു സംഭവമാണ്. വേണമെങ്കിൽ ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ട് ഇതൊരു നല്ല പ്രോഫിറ്റുള്ള ഒരു ലാഭമുള്ള എന്താ പറയണ്ടേ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതിന് ശേഷം മുഴുവനായി ഇതിലേക്ക് ഒഴിച്ചതിൻ്റെ ശേഷം ബീറ്റർ അല്ലെങ്കിൽ വിസ്ക്, ഇതിലേതെങ്കിലും ഒന്ന് വെച്ച് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ബീറ്റർ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയും. പിന്നെ വിസ്ക് ആകുമ്പോൾ കുറച്ചും കൂടി പണിയുണ്ടാവും. ഓക്കെ, അപ്പോൾ ബീറ്റർ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ഏതുവരെയെന്ന് വെച്ചാൽ ആ ഒരു പതഞ്ഞ് വരുന്നവരെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം 2 സ്പീഡിൽ വെച്ചിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല സ്പീഡിലൊന്നും വെച്ച് മിക്സ് ചെയ്യണ്ട, എന്നാൽ തീരെ കുറവും വേണ്ട. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് ഒരു 2 സ്പീഡിലിട്ടിട്ട് നമ്മൾ നല്ല രീതിക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ബീറ്റർ ഇല്ലാത്തവർ ഞാൻ പറഞ്ഞല്ലോ, വിഷമിക്കേണ്ട, വിസ്ക് വെച്ച് ചെയ്താലും മതി. അങ്ങനെ ഇത് ഓൾമോസ്റ്റ് നല്ല രീതിക്ക് ഇതാ പതഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം എന്തെങ്കിലും ഒരു കയ്യിലോ എന്തെങ്കിലും വെച്ചൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ മണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ലിക്വിഡ്, ഈ ഒരു ബോട്ടിലുണ്ടല്ലേ, അപ്പോൾ ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സംഭവം അത് തുറന്നപ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു. നമ്മൾ നോർമലി കംഫർട്ട് വാങ്ങുന്നില്ല, അതിനേക്കാൾ സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു പാട്ടയിലോ ബൗളിലോ എന്താക്കുക, ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കളർ ചേർത്ത് കൊടുക്കുക. കളർ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരിക്കലും നമ്മൾ ഫുൾ കളർ ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഒരു ഇച്ചിരി കളർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സിനൊക്കെ അത് കളറാവും. അതുകൊണ്ട് ഇച്ചിരി കളർ എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. അതുകൊണ്ട് തന്നെ ഇച്ചിരി കളർ മാത്രം ഇട്ടിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് കയ്യിൽ വെച്ച് നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം വേണം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് മിക്സ്ചറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതും രണ്ടും മിക്സാകുന്ന രീതിയിൽ ഒന്ന് കയ്യിൽ വെച്ച് നന്നായി ഇളക്കി ഫുള്ളായിട്ടൊന്ന് എന്താക്കാം മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ മിക്സാക്കിയാൽ എന്താവും, നമുക്ക് നല്ല പിങ്ക് കളറിൽ നമ്മളെ കംഫർട്ട് റെഡി ആയിട്ട് കിട്ടും. സംഭവം ഈസി ആയിട്ടില്ല, ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു പരിപാടി. ഒരു 10 മിനിറ്റത്തെ കാര്യം, അത്രയേ ഉള്ളൂ. ഇനി ഒരു 2 മണിക്കൂറിന് ശേഷം, 2-4 മണിക്കൂറിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. പിന്നെ ഇനി ഇത് എത്ര ലിറ്റർ നമുക്ക് കിട്ടി, ഞാൻ വെറുതെ തള്ളിയതല്ല, ഞാൻ അതും കൂടി നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കിയ കംഫർട്ട് ഞാൻ ഒരു ബോട്ടിലേക്ക് മാറ്റി ഒഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. ഇതിപ്പോൾ ഒരു 5 ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസിയും കൂടി ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല നമ്മൾ നോർമലി പീടികയിൽ നിന്ന് വാങ്ങുന്ന സെയിം കംഫർട്ടായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു കംഫർട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു നല്ലൊരു മെച്ചമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തു നോക്കാം.
ഈ ഒരു 5 ലിറ്ററിൻ്റെ ബോട്ടിൽ അത് ഫുള്ളാക്കിയതിന് ശേഷവും എൻ്റെ ബക്കറ്റിൽ സംഭവം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ 200 രൂപയ്ക്ക് 5 ലിറ്ററിൽ കൂടുതൽ കംഫർട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് എത്രമാത്രം ബെനിഫിറ്റ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.